ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കാർട്ടൂൺ കഥാപാത്രമാണ്. ഡോറിമോൺ പിന്നെ നോബിതയാണ് ഞാൻ ഇന്ന് ഈ പ്രാവശ്യം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് അടിപൊളി കഥാപാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ടി വിയുള്ള പിള്ളേരുള്ള വീട്ടിലുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു കഥാപാത്രങ്ങൾ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരയ്ക്കാനും കാർട്ടൂൺസ് കാണാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. അവരുടെ മൈൻഡ് സെറ്റാണെന്ന് എന്താ പറയുക. പിന്നെ ഇത് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ പെൻസിൽ കളർ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ. പിന്നെ അതുപോലെ ഇവർക്കാകെ 2-3 ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ 1-2 ഡ്രസ്സോ മാക്സിമം ഉണ്ടാവുള്ളൂ. അതൊരു ഫിക്സഡ് ഡ്രസ്സായിരിക്കും, കാർട്ടൂണല്ലേ. ആ ഡ്രോയിങ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് തന്നെ രണ്ടാമത് പിന്നെ റീസെറ്റ് ചെയ്ത് തന്നെയാണ്. ഈ ഡോറിമോൻ എന്ന് പറഞ്ഞാൽ ഒരു അപാര ജീവി തന്നെയാണ്, ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. അല്ലേ, എന്ത് സാധനവും പെട്ടെന്ന് തന്നെ ഗാഡ്ജറ്റ് പോക്കറ്റിൽ നിന്നിട്ട്. പുള്ളിക്ക് ആകെ ഒരു ടെഡ്സ് ഉള്ളത്, ഒരു ബ്ലൂ അല്ലേ. കുട്ടികൾക്കെന്നുള്ളത് വലിയ ആൾക്കാരും ഇത് ഇടയ്ക്ക് വാച്ച് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടൊന്ന് ഫ്രണ്ട്സ് ഇതൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വീട്ടിൽ പിള്ളേരുണ്ടാവുമ്പോൾ കാണുന്ന ഒരു മൈൻഡായിരിക്കും അല്ലേ, വേറൊന്നും കാണാൻ സമ്മതിക്കുന്ന ഇവരെന്താ ചെയ്യുക. ചില ഇതിൻ്റെ ഇവരുടെ സിനിമകൾ വരുമ്പോൾ നല്ല രസമുണ്ടാകും. വേറെ ഒരു വെറൈറ്റി അല്ലേ. ഏതായാലും അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ ഭൂമിയിൽ വന്നല്ലേ. നമ്മുടെ നമ്മൾ ഏകദേശം നോക്കിയിട്ട് ഏകദേശം ഒരു സ്കെച്ചും കിട്ടിയേക്കണ ഉണ്ടാവും. ഇത് ഭയങ്കര പെർഫെക്റ്റായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇത് റഫായിട്ട് അങ്ങോട്ട് സെറ്റാക്കുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കളർ ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് ഔട്ടറൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കളർ കൊടുക്കുന്നുള്ളൂ. ഭയങ്കര പെർഫെക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ഞാൻ ഉദ്ദേശിച്ചൊരു 3-3.5 മിനിറ്റ് കൊണ്ട് എല്ലാം കളർ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കുറച്ചുകൂടി ചിലടത്ത് കുറച്ച് ഡാർക്ക് ചെയ്യാനാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി നോബിതനെ വരയ്ക്കാം. ഏതായാലും നോബിത ഉണ്ടെങ്കിലല്ലേ നമ്മുടെ കുഞ്ഞു റോബോട്ട് ഉണ്ടാവുന്നല്ലേ, ഗാഡ്ജറ്റ് മഹാൻ. ഇതിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ കാർട്ടൂൺ സിനിമകളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. സാധാരണ ഷോർട്ട് മൂവീസുകൾ വാച്ച് ചെയ്യാറുണ്ട്. കുറേ വരയ്ക്കണം, കുറേ നേരം പ്രാക്ടീസ് ചെയ്യാൻ കുറേ ഒരു ഐഡിയ, വേറൊരു ഐഡിയ ആണ് വേണ്ടത്. നമ്മൾ കാർട്ടൂൺ കഥാപാത്രം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒറിജിനലിനേക്കാൾ കുറച്ചും കൂടി വേറൊരു വെറൈറ്റി തിങ്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു കഥാപാത്രങ്ങളൊക്കെ വിജയിക്കുള്ളൂ. കുട്ടികൾക്കും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ഫിക്സ് ആവണം. ഇപ്പോൾ ചോട്ടാ ഭീം അങ്ങനെ ഒക്കെ 2D ആണ്, പക്ഷെ അത് ആ ഒരു മെത്തേഡ് അതേപോലെ അടിപൊളി സ്റ്റോറി ആയിരിക്കണം, പിള്ളേരെ പിടിച്ചിരുത്താൻ പറ്റുന്ന സ്റ്റോറി ആയിരിക്കണം. കുറച്ച് ലെസൺസും കാര്യങ്ങളൊക്കെ ഉള്ള, നല്ല ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു തരം നന്മയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുമ്പോഴാണ് കുറേ കൂടി ആ കാർട്ടൂൺ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഒരു റഫ് പോലെ വരച്ചിട്ട് കളർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം ഷിസുക്കയും പിന്നെ മറ്റേ ജിയാനും പിന്നെ ആരൊക്കെയാണ് വേറെ ഒരു കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഞങ്ങൾ വരച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഞങ്ങൾ വരയ്ക്കാമെന്നുള്ളത് നമ്മൾ നോക്കിയത്. ഇത് കാർട്ടൂണൊക്കെ നമ്മൾ മൂവിങ് കാർട്ടൂണൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ കുറേ വരയ്ക്കേണ്ടി വരും. കുറേ വരയ്ക്കണം. സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും സിസ്റ്റത്തിൽ കുറേ വർക്ക് ചെയ്യണം. പെട്ടെന്ന് കട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു ഇത് പറ്റില്ല. പിന്നെ നല്ല ഐഡിയ വേണം, നല്ല സ്റ്റോറീസ് വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിള്ളേരെ പരിചയപ്പെടുത്താൻ വേണ്ടി, പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഹാപ്പിനെസ് മൂഡ് വരാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാർട്ടൂണിൻ്റെ ഓരോരോ കഥാപാത്രങ്ങൾ വരച്ചതാണ്. പിന്നെ മൂവിങ് കാർട്ടൂൺ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന വിചാരിക്കും. ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും, ഭയങ്കര ക്ഷമമാണ്. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഇതാണ്, ക്ഷമ വേണ്ടത്, സെറ്റാക്കി എടുക്കണമല്ലേ. നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഓക്കെ, ഞാൻ കളർ ചെയ്തിട്ടാം. ഓക്കെ, ഇതൊരു ഞെട്ടിത്തിരിക്കുന്ന നോക്കിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് ഇടയ്ക്ക് ഒരു കാര്യം കൂടി ചെയ്യണമെന്നില്ല, സ്റ്റാറൊക്കെ കുറച്ച് വേറൊരു ലുക്കും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്പേസ് സമയം കുറച്ച് കൂടുതലാവുന്നതുകൊണ്ട് ലെങ്തി ആവണമുണ്ടാകും. ഏകദേശം ചെറിയൊരു റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാം, കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ശരി, താങ്ക് യു ഫോർ വാച്ചിങ്.